പാലത്തായി ബാലികാ പീഡന കേസിലെ പ്രതി പപ്പൻ മാഷ് എന്ന് വിളിക്കുന്ന പത്മരാജൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഇയാൾക്കെതിരായിട്ടുള്ള കുറ്റാരോപണങ്ങൾ നിയമപരമായി നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളും ആ ഉത്തരവിലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഉത്തരവ് വായിച്ചില്ല, പക്ഷേ പത്രമാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണ്. ഈ അധ്യാപകൻ എന്ന് പറഞ്ഞ പഹയൻ ഈ പെൺകുട്ടിയെ 100-600 കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ പട്ടാപ്പകൽ സമയത്ത് ഇതുപോലെ പീഡിപ്പിച്ചിരിക്കാൻ സാധ്യത വളരെ വിദൂരമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ ഉള്ള കണ്ടെത്തൽ അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്നും പറയും. പെൺകുട്ടിയുടെ മൊഴിയിൽ സ്വാഭാവികമായിട്ടും പൊരുത്തക്കേടുകളുണ്ടാവും. ചെറിയ പൊരുത്തക്കേടുകൾ എല്ലായ്പ്പോഴും അത് സത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കോടതികൾ വിലയിരുത്താറ്. കാരണം യാതൊരു തെറ്റുമില്ലാതെ അന്യൂനമായ മൊഴിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ട്യൂട്ടേഡാണ്, പഠിപ്പിച്ചതാണ്, എഞ്ചിനീയർഡാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയ തെറ്റുകൾ, ചില ഓർമ്മ പശകളൊക്കെ ഉണ്ടാകുന്നത് മൊഴിയെ ബലപ്പെടുത്തുകയാണ്, അല്ലാതെ മൊഴിയെ ദുർബലമാക്കുകയല്ല. നേരെ മറിച്ച് പൂർവാപര വിരുദ്ധമായ മൊഴികളാണ് പല സമയങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞ മൊഴിയല്ല അവസാനം പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം സ്വാഭാവികമായിട്ടും ഈ മൊഴി വിശ്വസനീയമല്ല എന്നുള്ളതാണ്. ഈ കേസിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അത് വലിയ കൂളരക്കം സൃഷ്ടിച്ച സംഭവമാണ്. ഈ പപ്പൻ മാഷ് എന്ന് പറഞ്ഞ വിദ്വാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾക്കെതിരെ ഗംഭീരമായ അന്വേഷണം നടത്തുന്നു. ആദ്യം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ മോശക്കാരൊന്നുമല്ല, ഗടാഗടിയന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തി ഇങ്ങനെ ഒരു കേസ് തന്നെ ഇല്ല, ഇത് കപോല കൽപ്പിതമാണ്, അല്ലെങ്കിൽ കൽപ്പനാ വൈഭവമാണ്, അതും അല്ലെങ്കിൽ ഭാവനാ സൃഷ്ടിയാണ് എന്ന രീതിയിൽ അവസാനിപ്പിക്കും. ഇപ്പോൾ DGP ആയിട്ട് പ്രൊമോഷൻ കിട്ടാൻ പോകുന്ന നമ്മുടെ എസ് ശ്രീജിത്താണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ച ഉദ്യോഗസ്ഥന്മാരാണ് കേസ് അന്വേഷിച്ചത്. അങ്ങനെ പപ്പൻ മാഷിൻ്റെ നിരപരാധിത്വം ഏതാണ്ട് വ്യക്തമായി. ഇയാൾക്കെതിരെ ചാർജ് നിൽക്കുകയില്ല എന്ന് കണ്ടെത്തി പുള്ളിയെ കുറ്റവിമുക്തനാക്കും എന്ന ഘട്ടം വന്നപ്പോഴാണ് മീഡിയ വൺ ചാനലും പോപ്പുലർ ഫ്രണ്ടുകാരും മുസ്ലിം ലീഗുകാരും ഒക്കെ ഏറ്റുപിടിച്ച് ഇനി തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും പപ്പൻ മാഷിനെ പ്രതിയാക്കണം, പ്രതിയായാലും ഇല്ലെങ്കിലും അയാളെ ശിക്ഷിക്കണം എന്ന നിലപാടിലേക്ക് പോയത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ പോലീസ് നിലപാടിനെ എതിർത്തുകൊണ്ട് ഞാനൊരു ഗംഭീരമായ വീഡിയോ അന്ന് യൂട്യൂബിൽ ചെയ്തു. ABC മലയാളം ചാനലിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് കണ്ടതിൻ്റെ പുറകെ എൻ്റെ ജൂനിയറായിരുന്ന ഒരു അഭിഭാഷകൻ എന്നെ വിളിക്കും. പിന്നീട് ഈ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് ഈ കേസിൻ്റെ വസ്തുതകൾ ഏറെക്കുറെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും എനിക്ക് മനസ്സിലാക്കി തരച്ചു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന രീതിയിലാണെങ്കിൽ ഇത് ഭാവനാ സൃഷ്ടിയാണ്. ഈ പെൺകുട്ടിക്ക് മാനസികമായി എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പപ്പൻ മാഷിനെതിരായിട്ട് വ്യാജമൊഴിയല്ല, പെൺകുട്ടി സത്യമാണെന്ന് വിചാരിക്കുന്ന ചില ഭാവനകൾ പോലീസിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിനെ സാധൂകരിക്കുന്ന പല സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേട്ടപ്പോൾ അതിൽ കുറച്ച് കഴമ്പുണ്ട് എന്നെനിക്ക് തോന്നി. പക്ഷേ പിന്നീട് അടുത്ത അന്വേഷണ സംഘം വരികയും ഈ പറഞ്ഞ പോലെ തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രതിയാക്കും, ചാർജ് കൊടുക്കും, ശിക്ഷിക്കും എന്ന രീതിയിൽ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിച്ചു. ഏതായാലും വിശദമായ വിചാരണയ്ക്ക് ശേഷം പോക്സോ കോടതി അധ്യാപകനെ ശിക്ഷിച്ചപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് വളരെയധികം സന്തോഷിച്ചു. അപ്പോഴും ഈ കേസ് അന്വേഷിച്ച ഒരു DYSP, അദ്ദേഹം മുസ്ലിം സമുദായ അംഗമാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇത് കൽപ്പിച്ചുകൂട്ടി ഉണ്ടാക്കിയ കേസാണ്, യഥാർത്ഥത്തിൽ ഇങ്ങനൊരു കേസില്ല, സകല തെളിവുകളും ഞാൻ ശേഖരിച്ചാണ്, സമാഹരിച്ചാണ്, എൻ്റെ അറിവിൽ ഇങ്ങനൊരു സംഭവം നടക്കാനുള്ള സാധ്യത തുലവും വിരളമാണ്. ഒരു ബാലപീഡന കേസ് വെറുതെ വിട്ടുപോകണം എന്ന് താല്പര്യമുള്ള ആളല്ലേ. പക്ഷേ കോടതിയുടെ കണ്ടെത്തലുകൾ തെറ്റാണ് എന്നാൽ അദ്ദേഹം ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞു. പക്ഷേ കോടതി ശിക്ഷിച്ച പ്രതി നിരപരാധിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിരപരാധിയാണെങ്കിൽ പോലും അല്ലാതെ പറയാനും നിവൃത്തിയുള്ളൂ. ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞില്ല, മൗനം പാലിച്ചു. ഇപ്പോൾ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, അദ്ദേഹം ഇതിനൊക്കെ വലിയ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ്. കൊല്ലത്തെ പ്രസിദ്ധനായ വിജയരാഘവൻ വക്കീലിൻ്റെ മകനാണ്. ഇദ്ദേഹവും വക്കീലായിരുന്ന കാലത്ത് അനവധി ക്രിമിനൽ കേസുകൾ നടത്തി പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ബെഞ്ച് പറയുന്നു ഇത് ഭാവനാ സൃഷ്ടിയാകാനാണ് സാധ്യത, ഇങ്ങനെ ഒരു കേസ് സത്യസന്ധമായിട്ട് നിലനിൽക്കാൻ പ്രയാസമാണ്. പ്രഥമ ദൃഷ്ടിയാ അങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു. പ്രഥമ ദൃഷ്ടിയിൽ കാര്യമില്ല കേട്ടോ. എല്ലാ തെളിവും ചിക്കിച്ചകഞ്ഞ് പരിശോധിച്ച് നിയമവും തെളിവുകളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാൾ കുറ്റക്കാരനാണോ അതോ നിരപരാധിയാണോ എന്ന് പറയാൻ പറ്റും. ഏതായാലും ഇപ്പോൾ
ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി മുഴുവൻ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം സമാഹരിച്ചതിന് ശേഷം അത് വിശകലനം ചെയ്തതിന് ശേഷം കോടതി അന്തിമമായി വിധിയിലെത്തും. അതുവരെ പപ്പൻ മാഷ് സ്വതന്ത്രനായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. ഇനിയിപ്പോൾ സർക്കാർ ഒത്തുകളിച്ചു, RSS കോൺഗ്രസ് ഡീലാണ്, ലീഗുകാരുടെ ഒത്താശയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, മാർക്സിസ്റ്റുകാർ പറയുന്നുണ്ട്, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്നുണ്ട്, മീഡിയ വൺ ചാനലുകാർ പറയും എന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞേ മതിയാവുള്ളൂ, കാരണം അങ്ങനെ പറഞ്ഞാലല്ലേ അതിനൊരു ഗുമ്മുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. ഇപ്പോൾ സർക്കാരിനെ കൊണ്ട് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഈ ഓണം കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ ആ കേസ് വേഗത്തിലെടുപ്പിച്ച് ഏറ്റവും പെട്ടെന്ന് വാദം കേട്ട് പപ്പൻ മാഷ് കുറ്റക്കാരനാണെങ്കിൽ അയാൾ വീണ്ടും ജയിലിലേക്ക് അയക്കുക. അല്ല, അയാൾ നിരപരാധിയാണെങ്കിൽ അതിനൊരു തീർപ്പുണ്ടാവും, അയാൾ ആ നിരപരാധിയായിട്ട് തന്നെ പൊതുസമൂഹത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ രണ്ടായാലും ഈ കേസ് വേഗം തീർക്കുന്നതാണ് സർക്കാരിന് നല്ലത്, പ്രതികൾക്കും നല്ലത്, നമ്മളെപ്പോലുള്ള ആളുകൾക്കും നല്ലത്. കാരണം ഇതിനൊരു തീരുമാനം ഉണ്ടാവണമല്ലോ. ഇനി ഹൈക്കോടതിയുടെ തീരുമാനം തെറ്റാണെങ്കിൽ അതിൻ്റെ പുറത്ത് സുപ്രീം കോടതിയിൽ പോകാനും നമുക്ക് അവസരവും അവകാശവും ഉണ്ട്. അതുകൊണ്ട് ആവേശ കമ്പനിക്കാർ അല്പം ഒന്ന് അടങ്ങിയിരിക്കുന്നതാണ് നല്ലത് രണ്ട് ഭാഗത്തും. ഇപ്പോൾ പപ്പൻ മാഷ് ജാമ്യം കിട്ടിയപ്പോൾ തൊട്ട് ഹിന്ദുത്വവാദികളും RSSകാരും പപ്പൻ മാഷിൻ്റെ ആരാധകരുമൊക്കെ ഇതാ പപ്പൻ മാഷിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ മാഷിനെ കോടതി വെറുതെ വിട്ടിട്ടില്ല, അയാൾക്ക് ജാമ്യം കൊടുക്കുക മാത്രമേ ചെയ്തു. മറുഭാഗത്ത് ഇതാ സംഘപരിവാറുമായിട്ട് ഒത്തുകളിച്ച് സതീശൻ സർക്കാർ മുസ്ലിം സമുദായത്തെ വഞ്ചിച്ച് പാവപ്പെട്ട ബാലികയ്ക്ക് നീതി ആര് നടപ്പാക്കും എന്ന് മറുഭാഗത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള തൃപ്തികരമായ മറുപടി ഈ കേസ് ഏറ്റവും പെട്ടെന്ന് എടുത്ത് വാദം കേൾപ്പിച്ച് ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രോസിക്യൂഷൻസ് ഡയറക്ടർ ജനറൽ T. അസഫ് അലിയാണ്. അസഫ് അലി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും പ്രോസിക്യൂട്ടറായിരുന്ന ആളാണ്. സൂര്യനെല്ലി കേസടക്കം അദ്ദേഹം എത്ര തന്മയത്വത്തോടാണ്, എത്ര ഗംഭീരമായിട്ടാണ് വാദിച്ചത് എന്ന് നേരിട്ട് കണ്ട് ബോധ്യമുള്ള ആളാണ് ഞാൻ. അപ്പോൾ സാക്ഷാൽ അസഫ് അലി ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഇട്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു കാരണവശാലും ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും അസഫ് അലി ഇതിന് മുൻകൈ എടുക്കും, ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുവരെ എല്ലാവരും ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും നല്ലത്.